ഹായ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി അല്ലേ. എനിക്കൊരു മൂക്കിന് ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നമ്മളൊരു ഹാങ്ങിങ് ഫ്ലൂറസെൻ്റ് ഫാൻസി ലൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫസ്റ്റ് ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസിൻ്റെ ജാറാണ്. പിന്നെ കുറച്ച് ചകിരി കയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, കാണിച്ചു. നമ്മളെ ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ മെയിൻ സാധനമാണിത്. ഇതൊരു ഫ്ലൂറസെൻ്റ് സാൻഡാണ്. ഇത് ഞാൻ അലി എക്സ്പ്രസ് പണ്ട് ഒരു 5 കൊല്ലം മുന്നേ വാങ്ങിച്ചാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇതിനെ കൊണ്ടൊരു ഉപകാരം വന്നത്. ഇത് നമ്മളെ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് തോന്നുന്നേ. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഇനി നമുക്ക് നമ്മളെ ലാമ്പ് ഉണ്ടാക്കാൻ പോയാലോ. ഫസ്റ്റ് നമുക്ക് നമ്മളെ ബോട്ടിലിൽ സാൻഡ് ഒട്ടിച്ചെടുക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പശ നമ്മളെ PVC പൈപ്പൊക്കെ ഒട്ടിക്കുന്ന പശയാണിത്. നമുക്ക് വേറെ പശയൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, കളറ് ഫെയ്ഡായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് നോക്കി, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മൾ സാൻഡ് ഇടാം. അങ്ങനെ നമ്മൾ സാൻഡൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാം. ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ അകത്ത് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഈ ലൈറ്റാണ്. ഇത് LED ഡയറക്റ്റ് AC-ക്ക് കൊടുക്കാൻ പറ്റുന്ന ലൈറ്റാണ്. നമ്മൾ വയറൊക്കെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് പിരിച്ചെടുക്കുമ്പോൾ നമ്മൾ വയറും ഇതിൻ്റെ കൂടെ തന്നെ പിരിച്ചെടുക്കണം. ഇനി ഇത് തൂക്കിയിടാൻ വേണ്ടി നമുക്കൊരു ചൂണ്ടൽ കണ്ണി വേണം. കുരക്കുന്നതിന് ഓക്കോ ഒളുപ്പില്ല. എന്നാൽ ആ കോയൊക്കെ എങ്ങനെ ഒരു ഒളുപ്പ് വേണ്ടേ? നായി കുരക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അങ്ങ് പോവുക, അതുമില്ല. കോഴിയാണ് അതിൻ്റെ ഒരു വർക്ക്. അങ്ങനെ നമ്മളെ ഹാങ്ങിങ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇതിന് മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് സ്റ്റിക്കറാണ് ഇതിനെ കൊണ്ട് ഒട്ടിക്കുന്നത്. അടിപൊളിയാ. അങ്ങനെ നമ്മളെ ഫ്ലൂറസെൻ്റ് ഹാങ്ങിങ് ലാമ്പിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. ഓക്കെ, അങ്ങനെ നമ്മളെ ലൈറ്റ് എൻ്റെ റൂമിൽ ഒരു ഹൂക്കുണ്ട്, അത് സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ലാമ്പ് നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാം. നമ്മളെ ഫ്ലൂറസെൻ്റ് ലാമ്പ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലൂറസെൻ്റ് നിറഞ്ഞാൽ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. സംഭവം സിമ്പിളാണ്. ഒരു സമയം ഒരു വസ്തു പ്രകാശം സ്വീകരിക്കുകയും പിന്നെ ആ പ്രകാശം ഇല്ലാണ്ടാവുമ്പോൾ സ്വീകരിച്ച പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഫ്ലൂറസെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഹാങ്ങിങ് ലാമ്പ്? സംഭവം അടിപൊളിയല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.